നമ്മളിപ്പോൾ നിൽക്കുന്നത് മുജുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. വടക്കേ മലബാറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിരപുരാതനമായ ക്ഷേത്രം. 9.46 ഏക്കർ നിബിഡ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. 2000-ൽ പരം സസ്യജനുസുകൾ, നിരവധി ഔഷധ സസ്യങ്ങൾ, റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ട് കിടക്കുന്ന അത്യപൂർവ വൃക്ഷങ്ങൾ, അപൂർവമായി കാണുന്ന ചിത്രശലഭങ്ങൾ, നിരവധി ജീവജാലങ്ങൾ ഒക്കെയും ഈ കാവിൻ്റെ പ്രത്യേകതകളാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രകുളത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അതൊരു അത്ഭുത നിർമ്മിതിയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയിൽ പണിത കുളം വേറെ ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം വന്നവരെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ഈ കുളം ആകർഷിക്കുന്നു. കുളവും ചുറ്റുമുള്ള കാവും വരുന്നവരെ ശാന്തതയിലേക്ക് നയിക്കുന്നു. അത്രയ്ക്കും പോസിറ്റീവ് എനർജിയാണിവിടെ. ഈ ക്ഷേത്രകുളത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറയാം. ഏകദേശം 200 വർഷക്കാലം പഴക്കമുള്ള ഈ ക്ഷേത്രക്കുളം അന്നത്തെ പ്രാദേശിക അധികാരമുള്ള മങ്കോട്ടിൽ തറവാട്ടിലെ ചാത്തുക്കുട്ടി നായർ എന്ന കാരണവരാണ് വടക്കു ഭാഗത്തുനിന്ന്, അതായത് ഇന്നത്തെ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള കല്ലാശാരിമാരായ മണിയാണി വിഭാഗത്തിലുള്ള ആളുകളെ കൊണ്ട് പണി കഴിപ്പിച്ചത്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ കന്മതിൽ, ചെമ്പടിച്ച ശ്രീകോവിൽ തുടങ്ങി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഗുരുവായൂരിലെ പരമഭക്തനായിരുന്നു മങ്കോട്ടിൽ ചാത്തുക്കുട്ടി നായർ. ഗുരുവായൂർ ക്ഷേത്രച്ചിറ കണ്ട അദ്ദേഹം അതിനനുകൂലമായി വരുന്ന കുളം കോട്ടയിൽ ക്ഷേത്രത്തോട് ചേർന്നുള്ള വനത്തിൽ നിർമ്മിക്കുകയായിരുന്നു. 4 ഭാഗത്തു നിന്നും ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ആണ് കുളത്തിൻ്റെ പടവുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നത്തെ നിർമ്മിതികളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളൊന്നും തന്നെ കുളത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നത് അത്ഭുതം തന്നെയാണ്. ആ കാലത്ത് ഉത്തര മലബാറിൽ പ്രസിദ്ധമായിരുന്ന ഉരസികെട്ടാണ് കല്ലാശാരിമാർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ ക്ഷേത്രക്കുളം. 1992-ൽ പുറത്തിറങ്ങിയ ഹരിഹരൻ എഴുതി സംവിധാനം ചെയ്ത നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സർഗം എന്ന സിനിമയുടെ ലൊക്കേഷൻ കോട്ടയിലെ ക്ഷേത്രവും ക്ഷേത്രക്കുളവും കാവുമൊക്കെയായിരുന്നു. അന്നും ഇന്നും ക്ഷേത്രവും കുളവും കാവും ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ഇനി ക്ഷേത്രത്തെപ്പറ്റി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് മറ്റൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.